ഗായൂസ് ഗൈഡൻസ് ഡയറക്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ വെല്ലുവിളികളിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്നാണ്. ആദ്യത്തെ ചോദ്യം, എന്ത് മുൻകാല കാര്യങ്ങളാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? മജീഷ്യൻ എന്ന കാർഡാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാർഡ് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്താണ് ഭാവിയിലേക്കുള്ള ഗൈഡൻസ് എന്ന് ചോദിക്കുമ്പോൾ വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഇത് നമുക്ക് നോക്കാം. മജീഷ്യൻ എന്ന കാർഡ് എന്ത് മുൻകാല കാര്യങ്ങളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചാൽ, മുൻകാലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് നമ്മൾ ശരിയായ വണ്ണം ഉപയോഗപ്പെടുത്താതെ അത് നഷ്ടപ്പെടുത്തിയിരിക്കാം. അത് നമ്മൾക്ക് ആ ഒരു കഴിവിനെയോ അല്ലെങ്കിൽ സാധ്യതകളെയോ നമ്മൾ ഇല്ലാതാക്കി അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താതെ ഇപ്പോൾ ഒരു നിരാശയുടെ അവസ്ഥയിലേക്ക്, അതാണ് നമ്മളെ ഇപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്, ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താണ്? ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമ്മൾ സാമ്പത്തികപരമായി ഒരു സ്ഥിരതയുണ്ടാക്കാനും സുരക്ഷിതത്വം ഉണ്ടാക്കാനും ശ്രദ്ധിക്കുന്നു. അത് ജോലിയിൽ, ബിസിനസ്സിൽ എല്ലാം സ്ഥിരത, സാമ്പത്തികമായി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അത് ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് പ്രായോഗിക ചിന്തയിലൂടെ യാഥാർത്ഥ്യബോധത്തോടുള്ള സമീപനത്തോടുകൂടി നമ്മളത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാവാം അത് പല പ്രതിസന്ധികളായിട്ട് നമുക്ക് അത് അനുഭവപ്പെട്ട് ഇരിക്കാം. ഒരുപക്ഷെ നമ്മൾ സുഖസൗകര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി ധാരാളം ചെലവഴിക്കുന്നത് കൊണ്ടാവാം നമുക്ക് ആ ഒരു പ്രതിസന്ധിയായി തോന്നുന്നുണ്ടാവാം. അടുത്തത്, എന്താണ് ഭാവിയിലേക്കുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഗൈഡൻസ് എന്താണ്? ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് കപ്സ് വന്ന് നമ്മൾ ഭാവിയിൽ ചിന്തിക്കുന്നത് മറ്റുള്ളവരുമായി നല്ല ബന്ധമുണ്ടാക്കണം, മറ്റുള്ളവരുടെ സ്നേഹം, സഹാനുഭൂതി അതിലേക്ക് പ്രാധാന്യം കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ മനസ്സറിഞ്ഞ് അവരെ സഹായിക്കാൻ ഉള്ള സന്നദ്ധത, നമ്മൾക്കിഷ്ടപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക, അവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുക. ഇതാണ് ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അത് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മുടെ അവബോധം വർദ്ധിപ്പിച്ച് നമ്മൾ ആ ആഗ്രഹങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.